സോഷ്യൽ മീഡിയ കമ്പനികളുടെ സ്വമേധയായുള്ള നിയന്ത്രണത്തെ ആശ്രയിക്കുന്ന ഇന്ത്യൻ സമീപനം അടിസ്ഥാനപരമായി പര്യാപ്തമാണ്. യുവ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇത്തരം കാര്യങ്ങൾ അവരുടെ ക്ഷേമവുമായി പൊരുത്തപ്പെടുന്നില്ല. റിസാല അപ്ഡേറ്റ്: സോഷ്യൽ മീഡിയക്ക് പ്രായപരിധി വേണോ? അഡ്വക്കേറ്റ് അബ്ദുറസാഖ് ചെത്തിലാത്ത് എഴുതുന്നു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ച ഓസ്ട്രേലിയയുടെ സമീപകാല നടപടികളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും അതിൻ്റെ ഡിജിറ്റൽ നിയന്ത്രണം പുനർപരിശോധിക്കണമെന്നും പ്രായപൂർത്തിയാകാത്തവരെ സംരക്ഷിക്കുന്നതിന് സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് ഒരു നിശ്ചിത പ്രായ നിയമം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നും സമീപകാല ഇന്ത്യൻ സംഭവങ്ങളെ വിലയിരുത്തി പലരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത നിയമ പരമ്പരകളും ചട്ടങ്ങളും മറ്റുമെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവയൊന്നും വേണ്ട വിധത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ നിയന്ത്രിക്കുകയോ അതിൻ്റെ മെറിറ്റിൽ കൂടുതൽ ഫലവത്താക്കുകയോ ചെയ്യുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, മുൻകൂട്ടി കണക്കാക്കാവുന്ന കുറ്റങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും നിയമപരമായ കടമയാണ് എന്നിരിക്കെ ഇതിനെ നിസാരവൽക്കരിക്കുന്നത് നിയമത്തെ പാടെ ഇല്ലാതാക്കുക കൂടിയാണ്. അങ്ങനെയാകുമ്പോൾ ഈ കടമ കേവലം നൈതിക ബാധ്യത മാത്രമല്ല, മറിച്ച് ഭരണഘടനയും ആഭ്യന്തര നിയമങ്ങളും അന്താരാഷ്ട്ര കരാറുകളും ഉൾക്കൊണ്ട ഒരു നിയമ ഉത്തരവാദിത്തം കൂടിയാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 വ്യക്തി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം പൗരന് പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ അവകാശത്തെ പല കാലങ്ങളിലായി ഇന്ത്യയിലെ ഉന്നത നീതിപീഠമായ സുപ്രീം കോടതിയും മറ്റു കോടതികളും വിവിധ വിധിന്യായങ്ങളിലൂടെ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. ഇത് കേവലം വ്യക്തി സ്വാതന്ത്ര്യം എന്നതിൽ ഒതുങ്ങുന്ന ഒന്ന് മാത്രമല്ല, മാനസികാരോഗ്യം, സുരക്ഷ, വികസനാവകാശം തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു. ഫ്രാൻസിസ് കരോളി മൊള്ളിൻവി അഡ്മിനിസ്ട്രേറ്റർ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി 1981 എന്ന കേസിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് വെറും ശാരീരിക നിലനിൽപ്പല്ല എന്നും മാനസികവും സാമൂഹികവുമായ സമഗ്രതയും ഉൾപ്പെടുന്നതാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ കാലത്ത് ഇത്തരം വിധിന്യായം വായിക്കുമ്പോൾ കുട്ടികൾക്ക് നൽകേണ്ട സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം കൂടി ബോധ്യപ്പെടുത്തുന്നു. മറ്റൊരു പ്രധാന വിധിയായ ജസ്റ്റിസ് KS പുട്ടസ്വാമി വി യൂണിയൻ ഓഫ് ഇന്ത്യ 2017 എന്ന സുപ്രധാന കേസിൽ വ്യക്തിയുടെ സ്വകാര്യത ആർട്ടിക്കിൾ 21 അവിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി അംഗീകരിച്ചപ്പോൾ ഡാറ്റ ശേഖരണം, പ്രൊഫൈലിംഗ് തുടങ്ങിയ മറ്റു ഡിജിറ്റൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഭരണഘടനാപരമായ പരിശോധനയ്ക്ക് വിധേയമാണെന്നും കോടതി സൂചിപ്പിക്കുകയുണ്ടായി. കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ അറിവോടെയുള്ള സമ്മതം സ്വഭാവപരമായി പരിമിതമാണെന്ന യാഥാർത്ഥ്യം കണക്കിലെടുത്താൽ അനിയന്ത്രിത സോഷ്യൽ മീഡിയ എക്സ്പോഷർ അവരുടെ മാനസിക സമഗ്രതക്കും സുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയായി മാറുന്നുണ്ട്. അതിനാൽ ഇത്തരം അപകടങ്ങൾ നിയന്ത്രിക്കാതെ മാറി നിൽക്കുന്നത് ആർട്ടിക്കിൾ 21 നിന്നുള്ള രാജ്യത്തിൻ്റെ ഗുണാത്മക ബാധ്യതയെ ലംഘിക്കുന്നതായാണ് നിയമപരമായി വിലയിരുത്തപ്പെടേണ്ടത്. ഇന്ത്യയിലെ ഡിജിറ്റൽ ഇടങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാന നിയമം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണെങ്കിലും ഈ നിയമം രൂപകൽപ്പന ചെയ്ത സമയത്ത് നാം ഇന്ന് കാണുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയ അത്ര വിപുലമായിരുന്നില്ല. അതിനാൽ നിലവിലുള്ള നിയമത്തിലെ സെക്ഷൻ 67B പോലുള്ള വ്യവസ്ഥകൾ കുട്ടികളുടെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം കുറ്റകരമാക്കുന്നുണ്ടെങ്കിലും കുട്ടികളെ മാനസികമായി ബാധിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും മുൻകരുതലോടെ സംരക്ഷിക്കുന്ന ഒരു സമഗ്ര ചട്ടക്കൂട് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. ശ്രേയ സിംഘാൾ വി യൂണിയൻ ഓഫ് ഇന്ത്യ 2015 എന്ന കേസിൽ
ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭരണഘടനാപരമായ അവകാശങ്ങളെ മാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കോടതി ഈ വിധിന്യായത്തിലൂടെ ഊന്നിപ്പറയുന്നതോടൊപ്പം ഡിജിറ്റൽ ഇടങ്ങളിൽ രാജ്യത്തിൻ്റെ നിയന്ത്രണ ചുമതല പൂർണ്ണമായി ഒഴിവാക്കാനാവില്ലെന്നതും വിധി ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ഭരണഘടന തന്നെ കൂടുതൽ സംരക്ഷണം അനുവദിക്കുന്നതിനാൽ ഈ നിയന്ത്രണ ചുമതല കൂടുതൽ ശക്തമായിരിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021 സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് ചില ബാധ്യതകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വ്യക്തമായ മിനിമം പ്രായപരിധിയോ ഫലപ്രദമായ സ്ഥിരീകരണ സംവിധാനങ്ങളോ ഇതിൽ നിർബന്ധമാക്കിയിട്ടില്ല. ഇതുവഴി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴും സ്വയം പ്രഖ്യാപിക്കുന്ന ഉപയോഗ രീതികളാണ് ആശ്രയിക്കുന്നത്. ഇവ കുട്ടികൾക്ക് എളുപ്പത്തിൽ മറികടക്കാവുന്ന ഒരു സംവിധാനം കൂടിയാണ്. അവനീഷ് ബജാജ് വി സ്റ്റേറ്റ് സിറ്റി ഓഫ് ഡൽഹി 2008 എന്ന കേസിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കാനാവില്ലെന്ന നിലപാട് കോടതി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷയെ സംബന്ധിച്ച് വ്യക്തമായ നിയമ ബാധ്യതകൾ ഇല്ലാത്തതിനാൽ ഉത്തരവാദിത്തം ഇപ്പോഴും അവ്യക്തമായ രീതിയിൽ തുടരുന്നു. ഈ നിയമപരമായ ശൂന്യതയുടെ ദോഷഫലങ്ങൾ സമീപകാല ഇന്ത്യൻ സംഭവങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അപകടകരമായ ഓൺലൈൻ ചാലഞ്ചുകളെ തുടർന്ന് കുട്ടികൾ മരിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവങ്ങൾ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട് കൗമാരക്കാരിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നുവെന്ന ആശങ്ക ദേശീയ ബാലാവകാശ കമ്മീഷനും NCPCR പല അവസരങ്ങളിലും ഉയർത്തിയിട്ടുണ്ട്. സൈബർ ബുള്ളിങ്ങും ഓൺലൈൻ ഗ്രൂമിങ്ങും മൂലം മാനസികമായി തകർന്ന കുട്ടികളുടെ കേസുകൾ വിവിധ ഹൈക്കോടതികളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഏകീകൃത നിയമ നടപടി ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. കോർട്ട് ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ വി സ്റ്റേറ്റ് ഓഫ് NCT ഓഫ് ഡൽഹി പോലുള്ള കേസുകളിൽ ഓൺലൈൻ അശ്ലീലവും കുട്ടികളുടെ സുരക്ഷയും സംബന്ധിച്ച് കോടതികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവ പ്രതികരണാത്മക ഇടപെടലുകളായി മാത്രം നിലനിൽക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളെ ഡിജിറ്റൽ ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് അതാത് രാജ്യങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തമാണെന്ന നിലപാട് ശക്തമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷൻ UNCRC കുട്ടികളെ ദോഷകരമായ സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി നിയമനിർമ്മാണ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമാക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ GDPR ഡിജിറ്റൽ സർവീസസ് ആക്ട്, യുണൈറ്റഡ് കിങ്ഡമിന്റെ ഓൺലൈൻ സേഫ്റ്റി ആക്ട്, ഓസ്ട്രേലിയയുടെ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന നിയമം എന്നിവ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം പ്രായപൂർത്തിയാകാത്തവരുടെ ഡിജിറ്റൽ സുരക്ഷ കോർപ്പറേറ്റുകളുടെ സ്വയം നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കാനാവില്ല എന്നതാണ്. സോഷ്യൽ മീഡിയ കമ്പനികളുടെ സ്വമേധയായുള്ള നിയന്ത്രണത്തെ ആശ്രയിക്കുന്ന ഇന്ത്യൻ സമീപനം അടിസ്ഥാനപരമായി അപര്യാപ്തമാണ്. യുവ ഉപഭോക്താക്കൾ ആകർഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇത്തരം കാര്യങ്ങൾ അവരുടെ ക്ഷേമവുമായി പൊരുത്തപ്പെടുന്നില്ല. ദോഷം സംഭവിക്കുമ്പോൾ വ്യക്തമായ നിയമ ഉത്തരവാദിത്തം ഇല്ലാത്തത് ഇത്തരക്കാരുടെ കുടുംബങ്ങളെ അവതാളത്തിലാക്കുകയും സോഷ്യൽ പ്ലാറ്റ്ഫോമുകളെ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. കുട്ടികളുടെ കാര്യത്തിൽ ഇത് വെറും നയപരമായ വീഴ്ചയല്ല, മറിച്ച് ഭരണഘടനാപരമായ പരിചരണ ബാധ്യതയുടെ ലംഘനം കൂടിയാണ്. അനിയന്ത്രിത സോഷ്യൽ മീഡിയ ഉപയോഗം മൂലം കുട്ടികളിലും കൗമാരക്കാരിലും വർദ്ധിച്ച ഉത്കണ്ഠ, വിഷാദം, ഉറക്കക്കുറവ്, മറ്റു ശാരീരിക പ്രശ്നങ്ങൾ,
ഓൺലൈൻ ഗ്രൂമിംഗ്, തീവ്രവാദ പ്രവണതകൾക്കുള്ള എക്സ്പോഷർ എന്നിങ്ങനെയുള്ള ഗുരുതരമായ അനന്തര ഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഗൗരവ് ജെയിൻ യൂണിയൻ ഓഫ് ഇന്ത്യ 1997 എന്ന കേസിൽ കുട്ടികളുടെ ക്ഷേമം സംരക്ഷിക്കുന്നത് രാജ്യത്തിന്റെ പ്രാഥമിക കടമയാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുമ്പോൾ ഡിജിറ്റൽ ലോകത്തെ ഈ ഭീഷണികൾ അവഗണിക്കാൻ ഭരണകൂടത്തിന് നിയമപരമായി അവകാശമില്ല. അതിനാൽ കുട്ടികൾക്ക് കൂടുതൽ മാനസിക പ്രതിരോധ ശേഷി വികസിക്കുന്നതുവരെ സോഷ്യൽ മീഡിയ പ്രവേശനം വൈകിപ്പിക്കുകയും ശക്തമായ പ്രായ സ്ഥിരീകരണ സംവിധാനങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്യുന്നതിലൂടെ ഇത്തരക്കാർക്കുണ്ടാവുന്ന അപകട സാധ്യതകളെ ഗണ്യമായി കുറക്കാൻ നിയമങ്ങൾക്ക് കഴിയും. ചുരുക്കത്തിൽ, സോഷ്യൽ മീഡിയയിലേക്കുള്ള പ്രായപൂർത്തിയാകാത്തവരുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണമില്ലായ്മ ഒരു നയപരമായ വിടവ് മാത്രമല്ല, മറിച്ച് അത് ആർട്ടിക്കിൾ 21 പരാമർശിക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിന്റെ പരാജയം കൂടിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, സുപ്രീം കോടതി വിധികൾ, അന്താരാഷ്ട്ര ബാലാവകാശ ബാധ്യതകൾ ഇവയെല്ലാം ചേർത്ത് ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടതുണ്ട്. വ്യക്തമായ പ്രായ പരിധികളും ശക്തമായ പ്രായ സ്ഥിരീകരണ സംവിധാനങ്ങളും സുതാര്യമായ മേൽനോട്ട ഘടനകളും അർത്ഥപൂർണമായ ഉത്തരവാദിത്ത സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിൽ ഇനിയെങ്കിലും വൈകരുത്.